അച്ചായന്റെ ഗൗരിപ്പെണ്ണ്. രചന അവതരണം മിത്രവിന്ദ. ഗൗരി, ഇങ്ങോട്ട് വരൂ. പപ്പ വിളിച്ചു. അവൾക്ക് കാലിൽ കുഴിയും പോലെ തോന്നി. എല്ലാവരും ഉണ്ട് റൂമിൽ. എല്ലാ കണ്ണുകളും അവളുടെ മേലാണ്. ഗൗരിയോട് അവളുടെ വീടും സ്ഥലവും ചോദിച്ചു മനസ്സിലാക്കിയത് പപ്പ ഇതിനു വേണ്ടിയായിരുന്നോ? ഡെന്നീസ് അക്ഷമനായി നിൽക്കുകയാണ്. ഗൗരി പതിയെ മുൻപോട്ട് വന്നു. അച്ഛനും ഗോപിമാമനും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഡെന്നീസ് മുന്നോട്ട് പോകാൻ അഞ്ഞതും ടീന ചേച്ചി അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ഡാ, നീ വെയിറ്റ് ചെയ്യ, നമുക്ക് നോക്കാം. പാറൂട്ടി വരിക, നമുക്ക് മടങ്ങാം. ഗോപിമാമനാണ് പറയുന്നത്. ഗൗരി കൽപ്രതിമ പോലെ നിൽക്കുകയാണ്. മോള് വരിക. നീ എഴുതി വെച്ച കത്ത് വായിച്ചപ്പോ ബോധം കെട്ടു പോയതാ നിന്റെ അമ്മ. മുത്തശ്ശിയും ഇതുവരെ കിടക്കയിൽ നിന്ന് എണീറ്റില്ല. ഇപ്പോ ആരും അറിഞ്ഞിട്ടില്ലേ വാർത്ത? നിന്റെ വീടിപ്പോൾ മരണതുല്യമാണ് കുട്ടി. നീ വരിക, മടങ്ങാം നമുക്ക്. ഗോപിമാമനാണ് എല്ലാം പറയുന്നത്. ഗൗരിക്കൊന്നും പറയാൻ നാവ് പൊങ്ങണില്ല. ഇയാൾ പറഞ്ഞതൊന്നും കേട്ടില്ലടി നീ. വേഗം ഇറങ്ങിക്കോണം ഇവിടുന്ന്, എല്ലാം കൂടി. എന്റെ മകന്റെ ഭാവി കളയാൻ എവിടുന്നോ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. മമ്മി അവളോട് കയർക്കുന്നത് കേട്ടപ്പോൾ ടെന്നീസിന്റെ സമനില തെറ്റി. അടുത്ത ഊഴം മെറീനയുടേതായിരുന്നു. ഗൗരിയുടെ വലം കൈയിൽ പിടിച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മുറ്റത്തേക്കൊരു തള്ളലായിരുന്നു ഗൗരിയെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ മറിഞ്ഞു വീണു. ചെടിച്ചട്ടിയിലാണ് അവളുടെ തല പോയി ഇടിച്ചത്. നെറ്റി പൊട്ടി രക്തം മാറുന്നു. ഡീ, ചേച്ചിയെന്ന് വിളിച്ച നാവുകൊണ്ട് നീ എന്നെ വേറൊന്നും വിളിപ്പിക്കരുത് കേട്ടോടി. ഡെന്നീസ് ഒരു അലർച്ചയായിരുന്നു. എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ഡെന്നീസിൽ നിന്നും ഇങ്ങനൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല. മെറീന ആകെ വിരണ്ടുപോയി. ടെന്നീസ് എന്ന് ഗൗരിയെ പിടിച്ചുകൊണ്ടുവന്നു. അവളുടെ ചുരിദാറിലും രക്തമയമുണ്ട്. ടീന ചേച്ചി, ഒരു ടവൽ കൊണ്ടുവരുവോ? അവൻ ചോദിച്ചു. ടീന പോയി ടവൽ എടുത്തുകൊണ്ട് വന്നു. ഡെന്നീസിന്ന് ഗൗരിയുടെ നെറ്റിയിലെ രക്തം തൂത്തുകളഞ്ഞു. അവളൊരു പൂച്ചക്കുട്ടിയെപ്പോലെ പതുങ്ങി നിൽക്കുമായിരുന്നു. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഡെന്നീസ് എല്ലാവരെയും നോക്കി. ഞാൻ ഗൗരിയെ വിവാഹം കഴിച്ചത് എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കൂട്ടാനാണ്. ഗൗരിയുടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നാലും വിളിച്ചാലും ശരി, അവളിനി അങ്ങോട്ടില്ല. ഞാൻ എവിടെയാണോ അവിടെയായിരിക്കും ഗൗരിയുള്ളത്. ഇവിടെ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. ഈ കാര്യം ഞാൻ പപ്പയോട് നേരത്തെ പറഞ്ഞായിരുന്നു. പാറക്കുട്ടിയപ്പോൾ വരില്ലല്ലേ? അമ്മാവൻ ചോദിച്ചോ? മറുപടി പറഞ്ഞു കൊടുക്ക് ഗൗരി. പപ്പയാണത് പറഞ്ഞത്. നീ ഇവരുടെ കൂടെ പോകുന്നുണ്ടോ? ഡെന്നീസ് അവളോട് ചോദിച്ചു. അവരോട് നീ കാര്യം പറയുക. നിനക്കെന്നെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുമോ? ഡെന്നീസ് അവളോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നവൾ തലയാട്ടി. ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിൽ അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. ടീനയ്ക്കും വല്യമ്മച്ചിക്കും സന്തോഷമായി. ഇറങ്ങാളിയ, ഗൗരിയുടെ അമ്മാവൻ പറഞ്ഞു. അവളുടെ അച്ഛനൊരു അക്ഷരം പോലും ഉരിയാടാതെ നടന്നുപോയി. ഡെന്നീസ് തിരിച്ച് വീടിന്റെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ മമ്മി അവരെ തടഞ്ഞു. എങ്ങോട്ടാ രണ്ടാളും കൂടി? കെട്ടും കഴിഞ്ഞിവിടെ കൂടാൻ ഓർത്തല്ലേടി? എടാ ഡെന്നീസ്, ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങിക്കോണോ ഇവിടുന്ന്. മമ്മി ഭദ്രകാളിയുടെ കൂട്ട് ഉറഞ്ഞു തുള്ളണ്ട. ഞങ്ങൾ പോയേക്കാ ഇവിടുന്ന്. എന്റെ ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഒക്കെ എടുക്കണ്ടേ? അവൻ അകത്തേക്ക് പോയി. ആൻസി, നീ ഇതെന്തു വർത്താനം ഈ പറയുന്നേ? തോമസ് ഭാര്യയോട് ചോദിച്ചു. അവൾ പോകുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അയാൾ ചൊടിച്ചു. മമ്മി ഇങ്ങി വന്നേ, ഞാൻ പറയട്ടെ. മറീന ആൻസിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. മമ്മി, ഡെന്നീസ് ഇവിടുന്ന് പോയാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയല്ലേ. അതുകൊണ്ട് അവരോട് പോകണ്ടെന്ന് പറ. അവളെ ഇവിടുന്ന് പറഞ്ഞുവിടാനുള്ള ചുമതല എനിക്ക് വിട്ടു തന്നേക്ക്. ഞാൻ അവളെ ഓടിച്ചോളാം. അല്ലാതെ മമ്മി ഓരോ കാര്യം പറഞ്ഞ് ബഹളം വെക്കരുത്. മറീനയുടെ ഉപദേശവും ആൻസിക്ക് ഏറ്റു. ടീനയെ വിളിച്ചവർ പറഞ്ഞു ഡെന്നീസിനോട് പോകണ്ടെന്ന് പറയാൻ. ടീനയ്ക്ക് ആദ്യമായി മറീനയോട് സ്നേഹവും തോന്നി. എടാ ഡെന്നീസേ, നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി അപമാനിച്ചപ്പോ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ നിനക്കിട്ടുള്ള പണി തരൂന്ന്. മറീന ഉള്ളിൽ ചിരിച്ചു. ഡെന്നീസ്, നീ എങ്ങോട്ടും പോകണ്ട. മമ്മി അപ്പോഴത്തെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. മമ്മി നിങ്ങളെ രണ്ടാളെയും താഴേക്ക് വിളിക്കുന്നു. വരൂ. ഗൗരി, ടീന അവരെയും കൂട്ടി താഴേക്ക് പോയി. മമ്മി, അവൻ വിളിച്ചു. മമ്മി എന്നോട് ക്ഷമിക്ക്. എന്തായാലും ഞാൻ മിന്നു കിട്ടിയ പെണ്ണല്ലേ ഇവൾ. മമ്മി കഴിഞ്ഞതെല്ലാം മറക്ക്. അവൻ പറഞ്ഞു നിർത്തി. നീ എങ്ങോട്ടും പോകണ്ട. ഇതും പറഞ്ഞുകൊണ്ടവർ പുറത്തേക്ക് പോയി. ടീന ചേച്ചി, ഇവളെ നോക്കിക്കോണം. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അയ്യോടാ, ഞാൻ ഇവളെ പിടിച്ച് കാക്കയ്ക്കിട്ടു കൊടുക്കും, അല്ലേ പൊന്നാമ്പലെ? ടീന കുഞ്ഞിനോടായി പറഞ്ഞു. ഡെന്നീസ് വന്നപ്പോൾ നേരം വൈകിയിരുന്നു. ഗൗരിക്കുള്ള ഡ്രസ്സ് അവൻ കൊണ്ടുപോയി കൊടുത്തു. അവൾ കുളിച്ച് വേഷം മാറി വന്നു. അപ്പോഴേക്കും ടീന അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു.
എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറ്. ഡെന്നീസ് അവന്റെ കസേരയിലിരുന്നു. ഗൗരി ഇരുന്നില്ല. അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. ടീന അവളെ ടീനയുടെ അടുത്തുള്ള കസേരയിലിരുത്തി. ഗൗരിക്ക് ഒരുപാട് നന്ദി പറയാൻ തോന്നി അവളോട്. മമ്മി അവസാനമാണ് വന്നത്. ഗൗരിയെ കണ്ടതോടെ മമ്മി ഇരിക്കാതെ എഴുന്നേറ്റ് പോയി. ആൻസി, തോമസ് പുളിക്കൻ ഭാര്യയെ വിളിച്ചു. ഫുഡ് കഴിച്ചിട്ട് പോകൂ. ഞാൻ പിന്നെ കഴിച്ചോളാം, അവർ പറഞ്ഞു. പെട്ടെന്ന് ഗൗരി എഴുന്നേറ്റ് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. ഞാൻ അടുക്കളയിൽ പോയി കഴിച്ചോളാം. ഇതും പറഞ്ഞവൾ അടുക്കളയിലേക്ക് പോയി. ഇപ്പൊ കുഴപ്പമില്ലല്ലോ മമ്മി. മെറീന ആൻസിയെ നോക്കി ഒന്ന് ചിരിച്ചു. മെറീന കളി തുടങ്ങി മോളെ, അവൾ മനസ്സിൽ പറഞ്ഞു. ഗൗരിക്ക് ഓക്കാനം വരുന്നുണ്ടായിരുന്നു. ഇറച്ചിയും മീനും അവിടുത്തെ ഭക്ഷണം. തന്റെ വീട്ടിൽ ഇതൊന്നും പതിവില്ല. അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ അവൾക്കൊന്നും കഴിക്കാനും തോന്നിയില്ല. അവൾ കുറച്ച് വെള്ളം മാത്രം കുടിച്ചു. ഡെന്നീസ് റൂമിൽ വന്നപ്പോൾ 10 മണി കഴിഞ്ഞു. ഗൗരി അപ്പോഴേക്കും മയങ്ങി മയങ്ങി പോയിരുന്നു. ആ, നീ ഉറങ്ങിയോ എന്ന് ചോദിച്ചവനാ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഗൗരി ബാത്റൂമിലേക്ക് ഓടി. അവൾ ഒരുപാട് ഛർദ്ദിച്ചു. എല്ലാവരും കേട്ടു അവൾ ഓകാനിക്കുന്ന ശബ്ദം. വെറുതെ എല്ലാവരും കെട്ടിയത്. പെണ്ണിന് വിശേഷമുണ്ട് മമ്മി, മറീന പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ആൻസി അന്താളിച്ചു നിന്നു. ടീനയും ഞെട്ടിപ്പോയി. എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മമ്മി, എന്തൊക്കെയോ ഇവർ രണ്ടും കൂടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മറീന പിന്നെയും പറഞ്ഞു. അപ്പോഴും ഗൗരി ഓക്കാനിക്കുകയാണ്. ഞാനിപ്പോ വരാം. ടീന അവരുടെ അടുത്തേക്ക് കയറിപ്പോയി. എന്തോറ്റി ഗൗരി ചോദിച്ചുകൊണ്ട് ടീന അവളുടെ ചുമലിൽ തഴുകി. ആ, അത് പിന്നെ. ഗൗരിയുടെ ശബ്ദം വിറച്ചു. എന്തോ വലിയ തെറ്റെയ്ത ഭാവത്തിൽ ടെന്നീസ് അവളുടെ അരികെ നിൽപ്പുണ്ട്. തുടരും. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇനി മുതൽ എന്നും ഉണ്ടാകും. പിന്നെ നേരത്തെ എഴുതിയ കഥയായതുകൊണ്ട് അത്രയ്ക്കങ്ങടെ സെറ്റല്ല കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ.